നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് രാത്രികളെയും ഒറ്റപ്പെട്ട വഴികളെയും ഭയം കൊണ്ട് നിറച്ച് ഒരു രൂപമുണ്ടായിരുന്നു അല്ലേ? യക്ഷി. പാതിരാത്രിയിൽ പാലപ്പൂവിന്റെ മണവുമായി എത്തുന്ന ആ സുന്ദരിയായ രക്തരക്ഷസ്. ഒറ്റ നോട്ടത്തിൽ ആരെയും മയക്കുന്ന സൗന്ദര്യം. പക്ഷെ ആ സൗന്ദര്യത്തിനു പിന്നിൽ ഒളിപ്പിച്ചത് അടങ്ങാത്ത പകയായിരുന്നു. പുരുഷന്മാരെ വശീകരിച്ച് ആഴൊഴിഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോയി തന്റെ യഥാർത്ഥ ഭീകരരൂപം കാണിക്കുന്ന അപകടകാരി. ഇതാണ് നമ്മളൊക്കെ കേട്ടുവളർന്ന യക്ഷിക്കഥ. ഒരു നിമിഷം നമ്മളീ കേട്ട കഥയുടെ അപ്പുറത്തേക്കൊന്നു നോക്കിയാലോ? ഭയപ്പെടുത്തുന്ന ആ രൂപത്തിനുള്ളിലെ സ്ത്രീയെ, അവളുടെ അടങ്ങാത്ത പ്രതികാരത്തിനു പിന്നിലെ കാരണങ്ങളെ നമുക്കൊന്നു മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോ എവിടെ നിന്നാണ് ഈ യക്ഷി വരുന്നത്? യക്ഷിയുടെ കഥ തുടങ്ങുന്നത് അവൾക്ക് നേരിടേണ്ടി വന്ന കൊടിയ അനീതിയിൽ നിന്നാണ്. അവളുടെ ആ അടങ്ങാത്ത പ്രതികാരത്തിനു പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. യക്ഷിയെന്ന് പറയുന്നത് വെറുതെ ഒരു ഭീകരജീവിയല്ല. അതിനു പിന്നിൽ ഒരു കഥയുണ്ട്. അനീതിക്ക് ഇരയായി അകാലത്തിൽ കൊല്ലപ്പെട്ട ഒരു സ്ത്രീയുടെ അടങ്ങാത്ത പകയാണ് യക്ഷിയായി വീണ്ടും ജനിക്കുന്നത്. വെറുതെ ഒരു പേടിപ്പിക്കാനുള്ള കഥ മാത്രമല്ല ഇത്. അന്നത്തെ സാമൂഹിക വ്യവസ്ഥയിൽ, പ്രത്യേകിച്ച് പുരുഷാധിപത്യ സമൂഹത്തിൽ ചിലരെ ഭയപ്പെടുത്തി നിർത്താനുള്ള ഒരു ടൂൾ കൂടിയായിരുന്നു ഈ കഥകൾ. അപ്പോ എന്തുകൊണ്ടാണ് യക്ഷി ഇത്ര വലിയൊരു ഭീഷണിയായത്? അവളുടെ ഏത് സ്വഭാവമാണ് അന്നത്തെ വ്യവസ്ഥയെ ഇത്രയധികം പേടിപ്പിച്ചത്? ഒരു വശത്ത് സമൂഹം ഒരു സ്ത്രീയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കുലസ്ത്രീ സങ്കല്പം, സഹിക്കണം, ക്ഷമിക്കണം, വിധേയത്വത്തോടെ ജീവിക്കണം. മറുവശത്തോ യക്ഷി, അവൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നു, അടങ്ങാത്ത ലൈംഗികതയുടെ പ്രതീകമാകുന്നു, പ്രതികാരം ചെയ്യുന്നു. ഈ വ്യത്യാസം തന്നെയാണ് അവളെ അപകടകാരിയാക്കിയത്. അപ്പോൾ ശരിക്കും യക്ഷിയുടെ തെറ്റെന്തായിരുന്നു? അവൾ ആളുകളെ കൊന്നു എന്നതിലുപരി സമൂഹം വരച്ച ലക്ഷ്മണരേഖ അവൾ കടന്നു എന്നതാണ്. ഒരു നല്ല ഭാര്യയായോ അമ്മയായോ ഒതുങ്ങിക്കൂടാൻ അവൾ തയ്യാറായില്ല. ലളിതമായി പറഞ്ഞാൽ, യക്ഷിയോടുള്ള പേടി എന്ന് പറയുന്നത് സ്വന്തം കാലിൽ നിൽക്കാനും വ്യവസ്ഥയെ ചോദ്യം ചെയ്യാനും ധൈര്യമുള്ള സ്ത്രീകളോടുള്ള പേടിയാണ്. ആ ഭയമാണ് യക്ഷി എന്ന ഭീകരരൂപമായി പുറത്തുവന്നത്. അപ്പോ ഇത്രയും അപകടകാരിയായൊരു ശക്തിയെ സമൂഹം എന്തു ചെയ്തു? അതിനെ വെറുതെ വിടുവോ? ഇല്ല, അതിനെ നിയന്ത്രിക്കാനും ഒരു വഴിയുണ്ടായിരുന്നു. അങ്ങനെയാണ് യക്ഷിയെ തളയ്ക്കുന്ന ആ രംഗം വരുന്നത്. ആദ്യം ഒരു പുരുഷാധികാരി, അതായത് ഒരു മന്ത്രവാദിയോ പുരോഹിതനോ വരുന്നു. പിന്നെ ഉച്ചാടനം പോലുള്ള കർമ്മങ്ങളിലൂടെ ആ ആത്മാവിനെ ബന്ധിക്കുന്നു. അവസാനം ഒരു ഇരുമ്പാണിയെടുത്ത് കാഞ്ഞിരമരത്തിൽ തറയ്ക്കുന്നു. അതോടുകൂടി അവളുടെ ശക്തിയെല്ലാം ഇല്ലാതായി എന്നാണ് വിശ്വാസം. ഈ ആണിയടിച്ച് മരത്തിൽ തറയ്ക്കുന്നതാണ് ഏറ്റവും ഫേമസ്. പക്ഷെ വേറെയും വഴികളുണ്ട്. ചിലപ്പോൾ ഒരു അറയിൽ പൂട്ടിയിടും, അല്ലെങ്കിൽ മന്ത്രങ്ങൾ എഴുതിയ താളിയോലയിൽ ബന്ധിക്കും. ചിലയിടത്ത് അവളെ ഒരു ദേവതയാക്കി മാറ്റി ആരാധനയിലൂടെ നിയന്ത്രിക്കും. എന്തായാലും ലക്ഷ്യം ഒന്നുതന്നെ, അവളെ നിശബ്ദയാക്കുക. ഓക്കെ, അപ്പോൾ ഒരു ആത്മാവിനെ ആണിയടിച്ച് മരത്തിൽ തറയ്ക്കുന്നു. ഇത് വെറുമൊരു കെട്ടുകഥയിലെ രംഗം മാത്രമാണോ? അതോ ഇതിന് ആഴത്തിലുള്ള എന്തെങ്കിലും അർത്ഥമുണ്ടോ? എന്താണിവിടെ ശരിക്കും സംഭവിക്കുന്നത്? യക്ഷിയെ തളയ്ക്കുക എന്ന് പറയുന്നത് ശരിക്കും അതിക്രമത്തിന് ഇരയായവരുടെ രോഷത്തെ നിശബ്ദമാക്കുന്നതിന്റെ ഒരു രൂപകമാണ്. സിസ്റ്റത്തിന്റെ സമാധാനത്തിനു വേണ്ടി നീ അതങ്ങ് മറന്നേക്ക്, ഒച്ചപ്പാടുണ്ടാക്കല്ലേ എന്ന് പറയുന്നതിന് തുല്യമാണിത്. അതായത് ഇവിടെ കത്തനാരെ പോലുള്ളവർ വരുന്നത് സ്ത്രീയുടെ ശക്തിയെ നിയന്ത്രിച്ച് പുരുഷാധിപത്യം വീണ്ടും ഉറപ്പിക്കാനാണ്. അടങ്ങിയിരിക്കാത്ത സ്ത്രീ ഒരു ഭീഷണിയാണ്. അവളെ നിയന്ത്രിച്ചാലേ വ്യവസ്ഥിതിക്ക് സമാധാനമുള്ളൂ. ഈ ഐതിഹ്യം എത്രയോ കാലം പഴക്കമുള്ളതാണെങ്കിലും ഇന്നും ഇതിന് വലിയ പ്രസക്തിയുണ്ടല്ലേ? തങ്ങൾക്കെതിരെ നടന്ന അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്ന സ്ത്രീകളെ ഹിസ്റ്റീരിക്കൽ അല്ലെങ്കിൽ ഭ്രാന്തി എന്ന് മുദ്രകുത്തി ഒതുക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ ഇന്നും കാണുന്നൊരു കാര്യമാണ്. എന്നാൽ കാലം മാറിയതനുസരിച്ച് ഈ കഥയും മാറാൻ തുടങ്ങി. പ്രത്യേകിച്ച് സിനിമ വന്നപ്പോൾ യക്ഷിയുടെ കഥയ്ക്ക് പല പുതിയ മുഖങ്ങൾ വന്നു. ഒരു വശത്ത് ബ്രഹ്മയുഗം പോലെയുള്ള സിനിമകളിൽ നമ്മൾ കണ്ട ആ പഴയ രക്തദാഹിയായ യക്ഷി. എന്നാൽ മറുവശത്ത് ഭാർഗവീ നിലയത്തിലെ പോലെ സഹതാപം തോന്നുന്ന ഒരു ദുരന്ത കഥാപാത്രമായി യക്ഷി മാറി. അകം പോലെയുള്ള സിനിമകളിലാണെങ്കിൽ യക്ഷിയേക്കാൾ ഭീകരൻ പുരുഷന്റെ സംശയവും ഭയവുമാണെന്ന് കാണിച്ചു തരുന്നു. മണിച്ചിത്രത്താഴ് ഇതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ്. അവിടെ മന്ത്രവാദിക്കു പകരം വരുന്നത് ഒരു സൈക്യാട്രിസ്റ്റാണ്. ഉച്ചാടനത്തിനു പകരം ഹിപ്നോട്ടിസം. അതായത് സ്ത്രീയുടെ രോഷത്തെയും ട്രോമയെയും ഒരു ആത്മീയ പ്രശ്നമായി കാണുന്നതിനു പകരം ചികിത്സിച്ചു മാറ്റേണ്ട ഒരു മാനസിക രോഗമായി സമൂഹം കാണാൻ തുടങ്ങി. കണ്ടോ, മെരുക്കൽ എന്ന ആശയം മാറിയിട്ടില്ല, അതിന്റെ രീതികൾ മാത്രമേ മാറിയുള്ളൂ. അപ്പോൾ അവസാനം ഈ ഒരു ചോദ്യം ബാക്കിയാണ്. ഒരു സ്ത്രീയുടെ, ഒരിരയുടെ ന്യായമായ രോഷം പോലും അടക്കി വെക്കണമെന്ന് ഒരു കഥ പറയുമ്പോൾ അതിൽ ആരാണ് യഥാർത്ഥ ഭീകരൻ? ആ സ്ത്രീയോ അതോ അവളെ നിശബ്ദയാക്കാൻ ശ്രമിക്കുന്ന ലോകമോ?